ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ക്ലാസ് അയച്ചു കൊടുക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈസ് ഈക്വൽ ടു 4 ആൻഡ് വാരിയൻസ് ഈസ് ഈക്വൽ ടു 12 ഡിവൈഡ് ബൈ 9. റൈറ്റ് ഡൗൺ ഓൾ ദി ടേംസ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ മീൻ എന്ന് പറയുന്നത് 4 ആണെന്ന് തന്നിട്ടുണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ മീൻ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? മീനിന്റെ ഇക്വേഷൻ NP ആയിരുന്നു. ഓക്കെ, അപ്പൊ NP ഈസ് ഈക്വൽ ടു ആണ് എന്ത്? 4. ഇനി നെക്സ്റ്റ് വാരിയൻസ് ഈസ് ഈക്വൽ ടു 12 ഡിവൈഡ് ബൈ 9. വാരിയൻസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? വാരിയൻസ് ഈസ് ഈക്വൽ ടു NPQ ആണ്. ഓക്കെ, അതായത് NPQ ഈസ് ഈക്വൽ ടു ആണ് എന്ത്? 12 ഡിവൈഡ് ബൈ 9. ഓക്കെ അല്ലെ? അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇതിലുള്ള എല്ലാ ടേംസുകളും ഏതാണെന്നുള്ള, ഈ ഡിസ്ട്രിബ്യൂഷന്റെ എല്ലാ ടേംസുകളും കണ്ടെത്താനാണ് പറയുന്നത്. അതായത് എല്ലാ ടേംസുകളും കണ്ടെത്തുക എന്ന് പറയുന്നത് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യണം? ഇതിലേക്ക് അപ്ലൈ ചെയ്യണം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിന്റെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഇക്വേഷൻ NCX ഇൻറ്റു P⁻x ഇൻറ്റു Q⁻n−x എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. അവിടെ നമുക്ക് എന്തൊക്കെ അറിയണം? P അറിയണം, Q അറിയണം, N അറിയണം, അതേപോലെ X അറിയണം. ഇതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, NP 4 ആണ്, NPQ 12 ഡിവൈഡ് ബൈ 9 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് Q കണ്ടെത്താൻ പറ്റും. ഇവിടെ Q എന്ന് പറയുന്നത് NPQ എന്നതിൽ Q ഉണ്ട്. അപ്പോൾ NPQ ഡിവൈഡ് ബൈ NP കണ്ടു കഴിഞ്ഞാൽ Q കണ്ടെത്താൻ പറ്റും. അതായത് എങ്ങനെ വരും? 12 ഡിവൈഡ് ബൈ 9 ഡിവൈഡഡ് ബൈ 4 എന്നാവും. അതായത് ഇതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? 12 ഡിവൈഡ് ബൈ 9 ഹരിക്കണം 4 എന്നുള്ളതാവും. എന്താണ് 4 എന്ന് പറഞ്ഞാൽ 4 ഡിവൈഡ് ബൈ 1 ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ഗുണിക്കണം എന്നതിലേക്ക് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. എങ്ങനെയാ? 12 ഡിവൈഡ് ബൈ 9 ഹരിക്കണം എന്നുള്ള ഗുണിക്കണം എന്നതിനെ മാറ്റിയതാണ്. ഇതിനെ റെസിപ്രോക്കൽ ആക്കണം. എന്ത് വരും? 1 ഡിവൈഡ് ബൈ 4 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇവിടെ 12 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 4 എന്നായിട്ട് കിട്ടും. ഇതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? ഈ 12ഉം 9ഉം ഓക്കെ, ഇവിടെ 3 ഇൻറ്റു 3 ആണ് 9, ഇവിടെ 4 ഇൻറ്റു 3 ആണ് 12. ഈ 4ഉം വെട്ടിപ്പോകും. അപ്പൊ ഇവിടെ ആൻസർ എന്തായിട്ട് മാറും? 1/3 എന്നായിട്ട് മാറും. അപ്പൊ Q ഈസ് ഈക്വൽ ടു 1/3 ആയിട്ട് കിട്ടും. Qന്റെ വാല്യൂ എത്രയായിട്ട് കിട്ടും? 1/3 എന്ന് കിട്ടും. ഇനി ഇവിടെ P കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? P എന്ന് പറയുന്നത് എന്താണ്? P എന്ന് പറയുന്നത് 1 - Q കണ്ടാൽ മതി. നേരത്തെ Q കണ്ടെത്താൻ നമ്മൾ ഇക്വേഷൻ പറഞ്ഞിരുന്നു. Q ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? 1 - P ആയിരുന്നു. അതേപോലെ ഇവിടെ P കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? 1 - Q കണ്ടാൽ മതി. അതായത് 1 - 1/3 ആണ്. 1 - 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 - 1/3 എന്ന് പറഞ്ഞാൽ ഇവിടെ 1/1 ഉണ്ടാകും. അപ്പൊ ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 1 ഇൻറ്റു 3 മൈനസ് 1 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ എന്ത് വരും? 3 മൈനസ് 1 ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 2/3 എന്ന് കിട്ടും. അപ്പൊ P ഈസ് ഈക്വൽ ടു 2/3 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കാണേണ്ടത് N ആണ്. N കണ്ടെത്താൻ ജസ്റ്റ് നമുക്ക് P അറിയാം നമ്മുടെ ക്വസ്റ്റ്യനിൽ. അതേപോലെ NP എന്ന് പറയുന്ന ഒരു സാധനം, മീനിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? N കണ്ടെത്താൻ പറ്റും. NP ഡിവൈഡ് ബൈ P കണ്ടാൽ മതി. NP എന്ന് പറയുന്നത് 4 ആണ്. 4 ഡിവൈഡ് ബൈ എന്ത് വരും? 2/3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 1 എന്തുണ്ടാവും? ഇവിടെ 4 മാത്രമാണ്, അപ്പൊ അത് 1 ഉണ്ടാവും. ഹരിക്കണം 2/3 എന്നാണ്. ഇതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ 4 ഡിവൈഡ് ബൈ 1 ഗുണിക്കണം എന്നതിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 3 ഡിവൈഡ് ബൈ എന്തായി മാറും? 2 എന്നായിട്ട് മാറും. അപ്പൊ ഇവിടെ 2 എന്നതും ഈ 4 എന്നതും വെട്ടാം. 2 ഇൻറ്റു 2 4. അപ്പൊ ഇവിടെ ആൻസർ എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. അപ്പൊ N ഈസ് ഈക്വൽ ടു 6 ആണ്. N 6 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 6 വരെ വരുന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ X എങ്ങനെയൊക്കെ വരാം? 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. ഓക്കെ, N 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും എന്താണ്? Xകളാണ് വരുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ ഇവിടെ N ഈസ് ഈക്വൽ ടു 6 ആണ്. X എന്ന് പറയുന്നത് 0, 1, 2, 3, 4, 5, 6 ഇത്രയും വരാം. ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഇക്വേഷൻ, അതായത് NCX ഇൻറ്റു P⁻x ഇൻറ്റു Q⁻n−x എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിന്റെ ഓരോ ഒന്നിനെയും നമ്മൾ, ഓരോ എക്സിനെയും നമ്മൾ
കണ്ടെത്തുന്നു. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 കണ്ടെത്തണം. n എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. 6 c. എക്സ് എന്ന് പറയുന്നത് ഇവിടെ 0 ഇൻറ്റു പി എന്ന് പറയുന്നത് എത്രയാണ്? പി എന്ന് പറയുന്നത് 2/3 ആണ്. റീസ് ടു എക്സ് എന്ന് പറയുന്നത് 0 ആണ്. ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ക്യൂ എന്ന് പറയുന്നത് 1/3 ആണ്. റീസ് ടു എന്ത് വരും? n മൈനസ് എക്സ്. n എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. 6ൽ നിന്നും എന്ത് കുറക്കണം? 6 മൈനസ് എക്സ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇവിടെ 6c0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? 1 ആണ്. നമ്മൾ മുമ്പ് കോമ്പിനേഷനിൽ പഠിച്ചതാണ്. ഇനി 2/3 റീസ് ടു 0 എന്ന് പറഞ്ഞാൽ അതിനർത്ഥവും എന്താണ്? 1 ആണ്. ഇനി 1 റീസ് ടു 6, 6 മൈനസ് 0 എന്ന് പറയുന്നത് 6. 3 റീസ് ടു 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 729 എന്ന് വരും. അതായത് ആൻസർ എങ്ങനെ കിട്ടും? 1/729 എന്ന് ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 കണ്ടെത്തണം. അതിനെന്ത് ചെയ്യണം? n എന്ന് പറയുന്നത് 6 ആണ്. 6c. എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1. ഓക്കെ, ഇവിടെ 1 ആയിട്ട് എടുക്കുന്നത്. ഇൻറ്റു 2/3 ആണ് പി. റീസ് ടു എന്ത് വരും? 1 ഇൻറ്റു 1/3 റീസ് ടു എന്ത് വരും? 6 മൈനസ് 1. 6c1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം 6 ആണ്. ഓക്കെ, ഒരു പ്രാവശ്യമാണ് ഫാക്ടോറിയൽ ആണെന്ന്, അപ്പൊ 6 തന്നെയാണ് കിട്ടുക. ഇനി 2/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. 3/1 എന്ന് പറഞ്ഞാലും 3 ആണ്. ഇനി 1/2 ഇവിടെ എന്താവും? 6 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 5 ആവും. 1/5 എന്ന് പറഞ്ഞാൽ 1 ആണ്. 3/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 4 43 ആണ്. ഇവിടെ ഇതിനെ നമ്മൾ മാറ്റിയിരുന്നു. 12/3 ഇൻറ്റു 1/2 43 എന്ന് വരും. അതായത് 12/729 എന്ന് ആൻസർ കിട്ടും. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ആൻസർ വരുന്നത് 1/729. രണ്ടാമത്തെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ 12/729 കിട്ടും. ഇനി അടുത്ത പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 കാണുന്നു. അതായത് n എന്ന് പറയുന്നത് 6 ആണ്. 6c2 ഇൻറ്റു എന്ത് വരും? 2/3 റീസ് ടു 2 ഇൻറ്റു 1/3 റീസ് ടു n മൈനസ് 6 മൈനസ് എന്ത് വരും? 6 മൈനസ് 2. ഓക്കെ, 6c2 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 6 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1. 2 അതേപോലെ 6 വെട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? 15 എന്ന് കിട്ടും. 15 ഇൻറ്റു 2/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡിവൈഡ് ബൈ 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഇൻറ്റു ഇനി ഇവിടെ 6 മൈനസ് 2 എന്ന് പറയുന്നത് 4 ആണ്. 1/4 എന്ന് പറഞ്ഞാൽ 1. 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 81 എന്ന് കിട്ടും. ഇനി ഇവിടെ 15 ഇൻറ്റു 4 60 ഡിവൈഡ് ബൈ 9 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 81. അതായത് 60 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? 729 എന്ന് കിട്ടും. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഡിവൈഡ് ബൈ 729 എന്ന് കിട്ടും. അപ്പോൾ ഇതേപോലെ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3 കാണണം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4 5 6. ഓക്കെ, അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3 ആണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ 160 ഡിവൈഡ് ബൈ കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു 4 ആണെങ്കിൽ 240 ഡിവൈഡ് ബൈ 729 കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു 5 ആണെങ്കിൽ 192 ഡിവൈഡ് ബൈ 729 കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു 6 ആണെങ്കിൽ 64 ഡിവൈഡ് ബൈ 729 കിട്ടും. അപ്പൊ നിങ്ങളോട് ചോദിച്ച ഇതാണ് റൈറ്റ് ഡൗൺ ഓൾ ടേംസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഓരോ ഡിസ്ട്രിബ്യൂഷനും എക്സ് ഈസ് ഈക്വൽ ടു 0 1 2 അതേപോലെ 3 4 5 6 ഇത്രയുമാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അപ്പൊ ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. വീണ്ടും കാണാം. താങ്ക് യു.